ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? നമ്മുടെ ചാനലിൽ എപ്പോഴും ഷോർട്സ് അല്ലേ ഇടുന്നത്. അതുകൊണ്ടൊരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു ലോങ് വീഡിയോ ഇടുന്നുണ്ട്. ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല, ഒരു 3-3.5 മിനിറ്റ് അത്രേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഷോർട്സിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ കണ്ണൂർ അതുപോലെ കോഴിക്കോടൊക്കെ നമ്മൾ പോയായിരുന്നു, പഴശ്ശിനിക്കടവിൽ പോയായിരുന്നു എന്നൊക്കെ. അപ്പോൾ അന്നത്തെ 2 ദിവസത്തെ എൻ്റെ ലൈഫിൽ നടന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ. നമ്മൾ വീട്ടിൽ നിന്നൊരു തലേന്നൊരു 5-5:30 ആയപ്പോഴാണ് ബസ്സിൽ കയറിയത്. വീടിൻ്റെ അടുത്തുള്ള അമ്മമാരൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. പിറ്റേന്ന് വെളുപ്പിന് തന്നെ നമ്മൾ പഴശ്ശിനിക്കടവിലെത്തി. അമ്പലം തുറക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എത്തിയായിരുന്നു കേട്ടോ. നടയുടെ ഉള്ളിലേക്ക് കയറ്റുന്നതിന് മുന്നേ തന്നെ എത്തിയായിരുന്നു. എന്നിട്ടൊരു ഒന്നര ഇല്ല, ഒരു മണിക്കൂറോളം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നു. എന്നിട്ടാണ് അകത്തേക്ക് കയറിയത്. അകത്ത് നമ്മൾ ഈ റീൽസിലൊക്കെ കാണില്ലേ, മുത്തപ്പൻ ഇങ്ങനെ വേഷമൊക്കെ കെട്ടി അനുഗ്രഹിക്കുന്നത്, അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്ന് വെച്ചാൽ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളൊരു പരിപാടിയായിരുന്നു. അതിനുശേഷം ഞങ്ങളത് പ്രസാദം കഴിക്കാനായിട്ട് വന്നു. മുത്തപ്പൻ്റെ പ്രസാദം എന്ന് പറയുന്നത് ഈ പഴമല്ല, പയറും അതേപോലെ തേങ്ങാക്കൊത്തുമാണ്. പിന്നെ ഇതാണ് മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പുഴയാണ്. പിന്നെ അവിടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, അതുപോലെ ഈ ബോട്ട് സർവീസ്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പോയത് സ്നേക്ക് പാർക്കിലാണ് കേട്ടോ. അത് പഴശ്ശിനിക്കടവിൽ തന്നെ ഉള്ളതാണ്. അവിടെ കാണാൻ എന്തൊക്കെയുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ കുറേ അക്വേറിയം മീനുകളുണ്ടായിരുന്നു, കുരങ്ങൻ, മയിൽ, പിന്നെന്താ പാമ്പ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പാമ്പ് അവിടെ ഉണ്ടായിരുന്നേ. അതും ഒരു പാമ്പൊന്നുമല്ല, ഇങ്ങനെ ഒരു കൂട്ടിൽ തന്നെ ഒരു 5-6 എണ്ണം 7 എണ്ണം അങ്ങനെയൊക്കെ ഒന്നിച്ച് കിടക്കുന്ന രീതിയിലാണ്. പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ നമ്മളിങ്ങനെ കുറേ നേരം നടന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 പാമ്പ് 5-6 പാമ്പ് എന്നൊക്കെ, അതിങ്ങനെ ഒന്നിച്ച് കിടക്കുന്നത്. പിന്നെ ഈ പെയിൻറ്റിങ് നല്ല രസമില്ലേ, മുത്തപ്പൻ്റെ പെയിൻറ്റിങ് ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മുതലകളൊക്കെ ഒരുമാതിരി സ്റ്റാച്ചു കിടക്കുന്ന പോലെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ജീവനില്ലെന്നേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ, പക്ഷേ എല്ലാത്തിനും ജീവനുണ്ട്. അങ്ങനെ നടന്നൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെയും ലോട്ട്സ് ഓഫ് പാമ്പുകൾ ഒന്നിച്ച് കിടക്കുന്നു ഗൈസ്. ഈ ചേട്ടനാണെങ്കിൽ അവിടെ നിന്ന് ചൂണ്ട ഈ തവളമാക്കരെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ ഇഷ്ടം. അപ്പോൾ എൻ്റെ വിഷേട്ടൻ പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബസ്സിൽ കയറി. അമ്മമാരും പിള്ളേരും ഒക്കെ ഡാൻസുകളൊക്കെ ആയിരുന്നു. ബസ്സിൽ ട്രാവലർ ആയതുകൊണ്ട് തന്നെ വലിയ സ്പേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ ഡാൻസ് ഒന്നും കളിക്കാനും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കോഴിക്കോട് ബീച്ചിലാണ് പോയത്. എൻ്റെ ലൈഫ് ടൈമിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം കഴിക്കണം കേട്ടോ. ഐസിറത്തിയില്ലേ അതിൻ്റെ അകത്ത് മധുരം വേണോ എരിവ് വേണോ എന്നൊന്നും എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് മധുരം നമ്മൾ വാങ്ങിച്ച് ട്രൈ ചെയ്തു. എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ വേറെ ഫ്ലേവറൊക്കെ എടുത്ത് നല്ലതായിരിക്കും. എനിവേ അതിഷ്ടമായില്ല. പിന്നെ നമ്മൾ ഉപ്പിലിട്ടത് കഴിച്ചു. അത് ഓക്കെ ആയിരുന്നു കേട്ടോ. ഉപ്പിലിട്ടത് പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് ആയതുകൊണ്ട് എങ്ങനെ തന്നാലും നമ്മൾ കഴിക്കും, അത് വേറെ കാര്യം. അതൊക്കെ കഴിഞ്ഞ് ഉപ്പിലിട്ടതും ഐസുരത്തിയൊക്കെ കഴിച്ച് നമ്മൾ ബീച്ചിൽ കുറച്ച് നേരമൊക്കെ നടന്നു. ഫസ്റ്റ് ടൈം കോഴിക്കോട് ബീച്ചിൽ വരുന്നത് കൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. വിശേഷനാണെങ്കിൽ ബീച്ചിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഓരോ കക്കയുടെ തോടും അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ എടുത്ത് തന്നെ കാണിച്ചു തരലായിരുന്നു വിശേഷൻ്റെ പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.